നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ഇവറ്റകളെ എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ് വർഗം എന്ന് മനസ്സിലായല്ലോ. ഇവറ്റകളെ ലോകം ഒന്നടങ്കം വെറുക്കുന്നതും അകറ്റുന്നതും അതല്ലെങ്കിൽ അത്ര കണ്ട് വെറുപ്പോടുകൂടി കാണുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതിനുള്ള കുറച്ച് മദ്രസ പൊട്ടന്മാരുടെ ഉത്തരമാണ് ഞാനിവിടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതിനു മുമ്പ് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ചെറിയൊരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് പല ആളുകളും അവരുടെ സ്ഥാപനങ്ങളെ സഹായിക്കാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ പരസ്യം ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബന്ധപ്പെടാറുണ്ട്. അത് ബന്ധപ്പെടാൻ വേണ്ടി നമ്മൾ ചാനലിന്റെ അടിയിൽ നമ്മുടെ നമ്പറും കൊടുക്കാറുണ്ട്. വാട്സപ്പ് നമ്പറാണ് കൊടുക്കാറ്. അതിൽ ജിഹാദികൾ മിനക്കെട്ട് വിളിച്ചിട്ട് കാര്യമില്ല, കിട്ടില്ല. വാട്സപ്പ് മെസ്സേജ് മാത്രമേ അയക്കാനേ പറ്റുള്ളൂ. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം ഇടുക്കി സ്വദേശിയാണ്. കുറെ ചെറിയ ചെറിയ പ്രൊഡക്റ്റുകളൊക്കെ റീറ്റെയിൽ ആയിട്ട് വീടുകൾ തോറും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അത്തരത്തിലൊരാൾ വിളിച്ചു. അദ്ദേഹത്തോട് ഞാൻ അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ വിശദമായിട്ട് ഒരു ഓഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആ ഓഡിയോ ഇട്ട് കഴിഞ്ഞാൽ പ്രേക്ഷകരോട് ആ വിവരങ്ങൾ പറയാം. മറ്റൊരാൾ വീണ്ടും ബന്ധപ്പെട്ടിരുന്നു. ഒരാൾ ഹോട്ടൽ നടത്തുകയാണ്, ബേക്കറി, ഹോട്ടൽ, കൂൾ ബാർ എന്നടക്കമുള്ള ഒരു സ്ഥാപനം, ചെറിയൊരു സ്ഥാപനമാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അസുഖബാധിതനായതുകൊണ്ട് അദ്ദേഹത്തിന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഇത് വിൽക്കാനോ അതല്ലെങ്കിൽ വാടകയ്ക്ക് നടത്താനോ ഉള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ ഒരാൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറഞ്ഞ തുകയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിൽ ബേക്കറി ഐറ്റംസ് പൂർണ്ണമായിട്ടും ഉണ്ട്, ഹോട്ടലിന്റെ എല്ലാ സാധന സാമഗ്രികളും ഉണ്ട്. മാത്രമല്ല ജോലിക്കാരടക്കമുള്ള ആളുകളാണ്. കുറഞ്ഞ തുകയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചികിത്സാർത്ഥം ആവശ്യത്തിലേക്ക് അത്യാവശ്യം ഫണ്ട് വേണ്ടത് കൊണ്ട് കൂടിയാണ് അദ്ദേഹം ഇത് കൊടുക്കാന്ന് കരുതിയത്. അത്തരത്തിൽ താല്പര്യമുള്ള ആളുകൾക്കും ഇതിലെ ചാനൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വാട്സപ്പിലൂടെ മാത്രം ബന്ധപ്പെടുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ഒരു മദ്രസ പൊട്ടന്റെ വീഡിയോ, അവന്റെ ചിത്രം ഞാനിവിടെ വലതുവശത്ത് കാണിക്കുന്നുണ്ട്. ആ മദ്രസ പൊട്ടന്റെ ആദ്യത്തെ ആ വീഡിയോ ഓഡിയോ നമുക്ക് കേൾക്കാം. ഇവിടെ നമ്മുടെ മുമ്പിൽ പല ചോദ്യങ്ങളുണ്ടാവും. ഒരു വലിയ സമൂഹത്തോടൊപ്പം നമ്മൾ താമസിക്കുകയല്ലേ. എന്റെ അയൽക്കാരൻ ഹൈന്ദവനാണ്, കടയിൽ നിൽക്കുന്ന ആള് ഹിന്ദുക്കളാണ്, എന്നെ മുതലാളി ഒരു പക്ഷേ ഹൈന്ദവനായിരിക്കും, ഓണം ആഘോഷിക്കുന്നവരായിരിക്കും. അവർ ഓണസദ്യ ഒരുക്കിയിട്ട് എന്നെ വിളിക്കുമ്പോ എന്തു പറഞ്ഞൊഴിവാകാനാണ്? ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ അവൾ ഒന്നിച്ചോണാഘോഷം, ഓണസദ്യ ഒരുക്കുമ്പോൾ ഞാൻ എന്തു പറഞ്ഞൊഴിവാകാനാ? ഞാൻ എന്തു ചെയ്യാനാണ്? അവിടെ തൗഹീദാണ് നമുക്ക് ഏറ്റവും പരമപ്രധാനമെന്ന തിരിച്ചറിവോടെ നമുക്ക് നിരസിക്കാൻ സാധ്യമാകണം, പറ്റണം. അതിലും പറ്റിയില്ലെങ്കിൽ ഹിക്കുമത്ത് ഉപയോഗിച്ചെങ്കിലും ഒഴിവാകണം. അങ്ങനെ തന്നെ ചെയ്യണം. അത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേ. നമ്മളോടൊപ്പം പച്ചയായ വർഗീയതയാണ് പറയുന്നത്. അതായത് അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ പോലും പങ്കെടുക്കാൻ പാടില്ല, അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ തിന്നാനോ കുടിക്കാനോ പാടില്ല എന്ന് ഇത്രയ്ക്കും വർഗീയത പറയണമെന്നുണ്ടെങ്കിൽ അത് ഒരേ ഒരു കൂട്ടർക്കേ പറ്റുള്ളൂ. ഞമ്മന്റെ മദ്രസ കിതാബ് പഠിച്ച പൊട്ടന്മാർക്ക് മാത്രമേ, മദ്രസ കുണ്ടൻ പൊട്ടന്മാർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. ഇനി ബാക്കിയൂടെ കേൾക്കേണ്ടതുണ്ട്. കേൾക്കാം. ഈ ഹിന്ദു ക്രിസ്ത്യാനികളായ കൂട്ടുകാരുണ്ട്. അവരുടെ മതത്തിന്റെ ആചാരപ്രകാരം എന്തെങ്കിലും ഒരു കാര്യം, ഉദാഹരണത്തിന് ശബരിമലയിൽ പോകാൻ കഴുത്തിൽ മാലയിട്ടിരിക്കുന്ന ഒരു ഹിന്ദു, യാത്ര ചെയ്യുന്നവരാണ്, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ്. ഈ മാലയിട്ടതിന് ശേഷം നമ്മുടെ വീട്ടിൽ പാചകം ചെയ്ത മാംസ ആഹാരം അവന്റെ മുമ്പിൽ കൊടുക്കുമ്പോ ഞാൻ മാലയിട്ട് എനിക്ക് മാംസം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അവനോട് വല്ല വെറുപ്പോ വിദ്വേഷമോ തോന്നാറുണ്ട്. അവന്റെ മതമല്ലേ. നമ്മൾ അവനെ ഭീകരവാദിയോ തീവ്രവാദിയോ മതമൗലികവാദിയോ ആക്കാറുണ്ടോ? അത് അവന്റെ വിശ്വാസമല്ലേ. അങ്ങനെ തന്നെയല്ലേ നമ്മൾ ചെയ്യേണ്ടതും. അവന് അന്തസ്സോടെ നമ്മളോട് ഇങ്ങോട്ട് പറയും, മാലിട്ടേക്ക്, എനിക്ക് കഴിക്കാൻ പറ്റൂല. ക്രൈസ്തവ സഹോദരങ്ങൾ ചില പ്രത്യേക ദിവസങ്ങളിൽ അവരുടേതായ നോയമ്പനുഷ്ഠിക്കും. അവർ ആ സമയത്ത് ചിലപ്പോ ചില ഭക്ഷണങ്ങൾ കഴിക്കില്ല. നമ്മളോട് പറയും, ആയിക്കോട്ടെ. നമുക്ക് വല്ല വെറുപ്പോ വിദ്വേഷമോ ഉണ്ടാകാറുണ്ടോ? സ്നേഹവും അഭിമാനവും കൂടാനേ സാധ്യതയുള്ളൂ. പിന്നെ എന്തുകൊണ്ട് തിരിച്ചങ്ങോട്ട്, സഹോദര, എന്റെ വിശ്വാസം അനുസരിച്ച് എനിക്കിത് തിന്നാൻ പറ്റൂല, എനിക്ക് ഈ ഓണസദ്യയിൽ പങ്കെടുക്കാൻ പറ്റൂല, എന്റെ വിശ്വാസം അനുസരിച്ച് എനിക്ക് ഓണാശംസകൾ നേരാൻ പറ്റൂല, എനിക്ക് ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റൂല എന്ന് പറയാൻ എന്തുകൊണ്ട് നമുക്ക് സാധ്യമാകുന്നില്ല? നോക്കൂ, ബാലൻസ് ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയത് എന്താണ്? ശബരിമലയ്ക്ക് വ്രതം നോറ്റ ആ കാലത്തെ നമ്മൾക്കറിയാം. നമ്മുടെ ഇന്നത്തെ പ്രത്യേകിച്ച് 41 നാളൊക്കെ വ്രതമെടുക്കണം എന്നുള്ള ആ ചിട്ടയൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഹിന്ദുക്കൾ എങ്ങനെയാണ്, ഇന്ന് മാലയിട്ടാൽ 2 ദിവസം കഴിഞ്ഞിട്ട് മലയ്ക്ക് പോയി തിരിച്ചു വന്ന് ആ വരുന്ന വഴിക്ക് തന്നെ ഒരു ബീവറേജിൽ കയറി ഒരു 500 വാങ്ങി വന്ന് ചിക്കൻ ബിരിയാണി ആയിട്ട് പൊട്ടി വരുന്ന വണ്ടിയിൽ ഇരുന്ന് തന്നെ കഴിച്ചിട്ടൊക്കെ ആയിരിക്കും ഞമ്മന്റെ മതേതര ഹിന്ദു അവന്റെ ഭക്തി കാണിക്കുക. അത്തരത്തിലുള്ള ഹിന്ദു 2-3 ദിവസം മാലയിട്ട് നടക്കുമ്പോൾ ഇവൻ
ഇവന്റെ വീട്ടിലുണ്ടാക്കിയ ഇറച്ചി മാംസം കഴിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ അത് കഴിക്കില്ല എന്ന് പറയുന്നതിനെയാണ് ഇവൻ ഓണാഘോഷമായിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, അന്യമതസ്ഥരുടെ ഏതൊരാഘോഷത്തിലും പങ്കെടുത്തുകൊണ്ട് അവരുടെ ഭക്ഷണ പാനീയങ്ങൾ കഴിക്കാൻ എനിക്ക് പറ്റില്ല, അതെന്റെ വിശ്വാസപ്രകാരം സാധ്യമല്ല എന്ന് പറയാൻ വേണ്ടി ഇവൻ കണ്ടെത്തിയ ബാലൻസിങ് ഗംഭീരമാണ്. ഈ മദ്രസ പൊട്ടനെയൊക്കെ എന്താണ് കാണിക്കേണ്ടത് എന്ന് പ്രേക്ഷകർ തന്നെ ചിന്തിക്കുക. അത്ര കണ്ട് വർഗീയത പറയണമെന്നുണ്ടെങ്കിൽ ഇവന്മാർക്കല്ലാതെ വേറെ ആർക്കാണ് സാധ്യമാവുക? ഇനി ഇതും അല്ല കേട്ടോ, ബാക്കിയൂടെ കേൾക്കണം മക്കളെ. ഒന്നൊന്നര വർഗീയതയെ കേൾക്കാം. എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? ഇല്ല, നമ്മുടെ മുമ്പിൽ മറ്റൊരു ന്യായം നമ്മൾ പറയുന്നത് ന്യായമല്ല, ന്യായം. പിന്നെ പെരുന്നാളായപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. പെരുന്നാളായപ്പോ നമ്മൾ അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു, വീട്ടിൽ വിളിച്ചു, അവര് ഭക്ഷണം കഴിച്ചു, ആയിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് ഇനി ഓണം ആവുമ്പോ പെരുന്നാളിന് നമ്മൾ അവർക്ക് വിളിച്ച് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ ഓണത്തിന് നിർബന്ധമാണ് എങ്കിൽ ആദ്യം പെരുന്നാളിന് ഭക്ഷണം കൊടുക്കുന്ന പരിപാടി അങ്ങ് നിർത്തിയേക്കുക. അതാണ് അതിന്റെ ആദ്യത്തെ ഒരു നടപടി. ഇത് തൗഹീദിനെ ഇങ്ങനെ തന്നെ കാണണം. ഒരു പക്ഷെ പെട്ടെന്ന് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റൂല, പെട്ടെന്ന് നമുക്കിതൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ ഇത് പറയൽ ബാധ്യതയായതുകൊണ്ട് പറയുകയാണ്. നോക്കൂ, ഈ മദ്രസ പൊട്ടന്റെ പേര് എനിക്കറിയില്ല. ഈ എന്റെ സൈഡിൽ ഇവന്റെ പിക്ചർ കാണിക്കുന്നുണ്ട്, അറിയുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ ഏതാണ് ഈ മദ്രസ പൊട്ടൻ. നോക്കൂ, നമ്മൾക്കറിയാം, നമ്മുടെയൊക്കെ ഒരു 10-30 കൊല്ലം പിറകിലോട്ടൊന്ന് സഞ്ചരിച്ച് നോക്കൂ, നമ്മൾക്ക് അറിയാൻ പറ്റും ഈ നമ്മൾ എങ്ങനെയായിരുന്നു ഓണത്തിനും വിഷുവിനും പെരുന്നാളിനും നോമ്പിനും എല്ലാ നോമ്പ് തുറക്കുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിച്ചിരുന്ന വ്യക്തികളായിരുന്നു ഈ നാട്ടിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും. എന്നിട്ടോ ഇന്നിപ്പോൾ എന്തുകൊണ്ട് അത് നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഈ മദ്രസ പൊട്ടന്മാർ എന്ന് മുതൽ വാ തുറന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയത ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു തുടങ്ങിയോ അന്നു മുതലാണ് ഈ നാട്ടിൽ ഇത്ര കണ്ട് കലാപാന്തരീക്ഷമായിട്ടുള്ള മനുഷ്യന്റെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കി മാറ്റിയതെന്ന് പറഞ്ഞാൽ ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല. ഇത്തരത്തിലുള്ള തലയെക്കെട്ടുകാരായുള്ള ജിഹാദികളുണ്ടല്ലോ, മതഭീകരന്മാരുണ്ടല്ലോ, മുസ്ലിം വർഗീയവാദികളുണ്ടല്ലോ, ഇവന്മാരെ എതിർത്തുകൊണ്ട് ഏതെങ്കിലും ഒരു നല്ല മുസ്ലിം രംഗത്ത് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണില്ല മക്കളെ. അതാണ് അപ്പോൾ നല്ല മുസ്ലിം ഉണ്ടോ ചീത്ത മുസ്ലിം ഉണ്ടോ എന്ന ചോദ്യത്തിന് പോലും പ്രസക്തി ഇല്ലാതാക്കുന്നത്. ഇത്ര കണ്ട് മനുഷ്യന്റെ മനസ്സിലേക്ക് മതവർഗീയത പടർന്നിട്ടുണ്ടെങ്കിലും അതിനൊരേ ഒരു കൂട്ടരെ കാരണമുള്ളൂ, ആ കൂട്ടർ ഇവർ മാത്രമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല. ഇനി ഇതുമ്മലൊന്നും നിൽക്കണില്ല കേട്ടോ. അടുത്ത ഒരു മദ്രസ പൊട്ടന്റെ പ്രസംഗം കേൾക്കാം മക്കളെ, ഒന്നൊന്നര പ്രസംഗം കേൾക്കാം. എന്റെ മോള് +2 പഠിക്കാണ്. രാവിലെ 7 മണിക്ക് പോകും, വൈകുന്നേരം 7 മണിയൊന്നും തിരിച്ചെത്തുമ്പോ. അപ്പൊ ക്രിസ്ത്യാനിയുടെ സ്കൂളായതുകൊണ്ട് 100 ദിവസം നിസ്കരിക്കാൻ പറ്റൂല. മറ്റ് മുസ്ലിം വീടുകളൊന്നും അതിന്റെ അടുത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ എങ്ങനെ അന്യ വീട്ടിൽ പോയി കരിക്കാൻ പറ്റൂല. എന്താ ചെയ്യേണ്ടത്? വല്ല ഇളവും കിട്ടുമെന്നറിയാൻ എന്നെ വിളിക്കുക. ഞാൻ പറഞ്ഞു ഇന്ന് നിർത്തണം എന്റെ കുട്ടിയുടെ +2, ഇന്ന് നിർത്തണം. എന്താന്ന് ചോദിച്ചു. എടോ നിന്റെ കുട്ടിയെ +2 പഠിപ്പിച്ചോന്ന് അള്ള ചോദിക്കുക. നിന്റെ കുട്ടി 100 സ്കരിച്ചോ അസംസ്കരിച്ചോ നിന്നോട് ചോദിക്കും, നിന്റെ മകളോടും ചോദിക്കും. നിർത്തണം സ്കൂളിൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളെ ആളുകളെ നിലവാരം എവിടെ എത്തിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വെറും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ കുറച്ച് പൈസയും കൂടി ഉണ്ടായപ്പോ എല്ലാവരും കുട്ടികളെ ഡോക്ടർ എഞ്ചിനീയർ ആക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പൂതിക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇസ്ലാം ഒഴിവാക്കിയിട്ടുള്ള ഡോക്ടർ എഞ്ചിനീയർ നമുക്ക് വേണ്ട. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നോക്കൂ, ഈ മദ്രസ പൊട്ടൻ പറയുന്നത് എന്താണ്? ഒരു +2 കുട്ടി ഇയാളെ വിളിച്ചു, +2 കുട്ടിയുടെ രക്ഷിതാവ് ഇയാളെ വിളിച്ചു, എന്നിട്ട് ചോദിക്കുകയാണ് എന്റെ മോൾക്ക് +2 സ്കൂളിൽ പോയി പഠിക്കുന്ന സമയത്ത് 5 വക്ത് നിസ്കരിക്കാൻ പറ്റുന്നില്ല, അതിന് എന്തെങ്കിലും ഒഴിവുണ്ടോ? നമ്മൾക്കറിയാം പണിക്കന്മാരോടൊക്കെ ജ്യോത്സ്യന്മാരോടൊക്കെ ഹിന്ദുക്കൾ ചെന്ന് ചോദിക്കുന്ന കാര്യമാണ്. ആ പ്രശ്നത്തിന് എന്തെങ്കിലും ഒഴിവുകഴിവുണ്ടോ പണിക്കരെ എന്നങ്ങോട്ട് ചോദിക്കുന്ന പോലെയാണ് ഞമ്മന്റെ ഉസ്താദിനോട് ചോദിച്ചത്. ഞമ്മന്റെ ഉസ്താദ് എന്താ പറഞ്ഞത്? ഇപ്പം നിർത്തിക്കോണം, പഠനമല്ല ഇവിടെ മുഖ്യം. എന്താണ് മുഖ്യം? നിസ്കാരമാണ് മുഖ്യം. നിസ്കരിച്ചില്ലെങ്കിൽ എന്തായിരിക്കും? ഞമ്മന്റെ സ്വർഗത്തിൽ പോവില്ല. അതുകൊണ്ട് ഡോക്ടറും ഒന്നും ആവേണ്ട, നിർത്തുക. പഠനമല്ല വലുത്. എന്താണ് വലുത്? പെൺകുട്ടികളുടെ കാര്യമായിട്ടാ പറയുന്നത്. ആൺകുട്ടികൾക്ക് എന്തു ആവാന്നുള്ളത് ഓഫർ കൊടുക്കുന്നുണ്ട്. അതാണല്ലോ 72 ഹൂറികളും മദ്യപ്പുഴയും അതല്ലെങ്കിൽ തുടുത്ത മാറിടങ്ങളുള്ള സുന്ദരികളായിട്ടുള്ള ഹൂറികളെയൊക്കെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഈ ലേഡീസിന് ഒന്നുമില്ല. ലേഡീസ് അങ്ങനെ വീട്ടിൽ അടങ്ങിയിരുന്ന് കറുത്ത ചാക്കുമിട്ടിരുന്നാൽ മതി, നീ ഒന്നും പഠിക്കാൻ പോണ്ട, നിസ്കാരമാണ് പ്രധാനം, ഡോക്ടറല്ല പ്രധാനം എന്ന് ഈ മദ്രസ പൊട്ടൻ പറയുമ്പോൾ നിർമ്മല
നിർമ്മല കോളേജിൽ നമ്മൾ കണ്ടു, മറ്റൊരു കോളേജിൽ കണ്ടു. എന്താണ്, ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള കോളേജുകളിലൊക്കെ ഇവന്മാർക്കൊക്കെ നിസ്കരിക്കാൻ പ്രത്യേക മുറി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുകയാണ്. ഇത് അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണോ? കുട്ടികൾ അറിയാതെ ചോദിക്കുന്ന അതല്ലെങ്കിൽ അവിടെ ഒരു ആവശ്യം പ്രകടിപ്പിക്കുന്നതാണോ? അല്ല. ഇത്തരത്തിലുള്ള മദ്രസ പൊട്ടന്മാരുടെ വാക്കും കേട്ടുകൊണ്ട് ഞങ്ങൾക്ക് പഠനമല്ല വലുത്, ഞങ്ങൾക്ക് എന്താ വലുത്, നിസ്കാരമാണ്, അതിന് ഞങ്ങൾക്ക് സൗകര്യം വേണമെന്ന് കോളേജുകളിൽ കലാപമുണ്ടാക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ട്, അധ്യാപകരുടെ കയ്യും കാലും വെട്ടുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ട് ഇവന്മാരെ പിരിച്ചുവിടുന്നത് ആരാ? ഈ മദ്രസ പൊട്ടന്മാരാ. ഇനി ഇതുമല്ല മക്കളെ, ഒന്നൊന്നര മദ്രസ പൊട്ടൻ എന്ന് പറഞ്ഞാൽ കാണുന്നിടത്ത് വെച്ച് ഓടിച്ചിട്ട് തല്ലേണ്ട ഒരു മദ്രസ പൊട്ടന്റെ ഒന്നുകൂടെ കേൾക്കേണ്ടതുണ്ട്. മറ്റൊരു മദ്രസ പൊട്ടൻ കേൾക്കാം. ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മെഡിസിൻ കൊടുക്കലല്ല, ഭക്ഷണം കൊടുക്കലല്ല, വസ്ത്രം കൊടുക്കലല്ല, വീടുണ്ടാക്കി കൊടുക്കലല്ല. നിങ്ങൾ അല്ലാഹുവിനെ അറിയണം എന്ന കാരുണ്യ പ്രവർത്തനം. ആ പടച്ചവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ആരാധനയുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ എന്ന സന്ദേശം കൊടുക്കലാണ് സഹോദരന്മാരെ, സഹോദരിമാരെ, ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. ഈ കാരുണ്യത്തിന്റെ സന്ദേശം അവിടെ മരണപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ടോ? അവർ സ്വീകരിച്ചിട്ടുണ്ടോ? അവർ ഇപ്പോൾ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം വിശ്വാസം കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ആവശ്യമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെ സജ്ജമാക്കുക എന്നതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. മരണപ്പെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം ആ സന്ദേശം അവർ സ്വീകരിച്ചിട്ടുണ്ടോ, അവരുടെ ജീവിതത്തിലുണ്ടോ, അവർ രക്ഷപ്പെട്ടു എന്നതാണ്. നോക്കൂ, വയനാട് ദുരന്തത്തെ പോലും അടിസ്ഥാനമാക്കിയാണ് ഈ മദ്രസ പൊട്ടന്റെ പ്രസംഗം. ഈ മദ്രസ പൊട്ടൻ പറയുന്നത് എന്തെന്നറിയാമോ? അവിടെ ജീവകാരുണ്യ പ്രവർത്തനമല്ല, ദുരിതാശ്വാസ മേഖലാ പ്രവർത്തനമല്ല, രക്ഷാദൗത്യമല്ല, അവിടെ പ്രധാനം എന്താണ്? ഇസ്ലാമായി ഇവന്റെ മതം പുഴുങ്ങി തിന്ന് ഇവനൊക്കെ പറയുന്ന രീതിയിൽ ജീവിച്ചോ എന്നുള്ളതാണ്. അല്ലാതെ നീയൊന്നും ഒരാളെ സേവന തൽപരതയോടുകൂടി സേവിക്കുകയോ അവരെ രക്ഷിക്കുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. അവനെ മതം പഠിപ്പിച്ച്, മതം പുഴുങ്ങി മദ്രസ പൊട്ടൻ കിതാബ് പഠിപ്പിച്ച് അതിൽ പുഴുങ്ങിയാണോ അവൻ മരിച്ചത് എന്നാണ് നോക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് മക്കളെ, ഇവർ തന്നെയാണ്, ഇവർക്ക് ലോകത്താകമാനം വെറുപ്പിന്റെ സന്തതികൾ, പിശാചിന്റെ സന്തതികൾ എന്ന പേര് സമ്പാദിച്ചു കൊടുക്കുന്നത് ഇവർക്ക് ആര് എന്ന് ചോദിച്ചാൽ ഇവർ തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി പ്രേക്ഷകർ തീരുമാനിക്കുക, ഈ മദ്രസ പൊട്ടന്മാരെ ലോകത്തിന് മുൻപിൽ തുറന്ന് കാണിക്കണോ വേണ്ടയോ എന്നുള്ളത്. വെക്കുകയാണ് നിങ്ങളുടെ മുൻപിലേക്ക്, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.